നമസ്കാരം. ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇനീഷ്യോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ രണ്ട് പെർഫ്യൂമാണ്. ഒന്ന് ഇനീഷ്യോയുടെ സൈഡ് എഫക്റ്റും രണ്ട് ഇനീഷ്യോയുടെ പാരഗണും. അപ്പോൾ ഇതിങ്ങനെ ഒരു ബോക്സിനകത്ത് രണ്ടും വരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുണ്ട്, ഇങ്ങനെ ഈ അകത്തോട്ട് ബോക്സ് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. താഴെ ഇതുണ്ട്, ഇനീഷ്യോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ മെയ്ഡ് ഇൻ ഫ്രാൻസ് സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലും അങ്ങനെ തന്നെ മെയ്ഡ് ഇൻ ഫ്രാൻസ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇനീഷ്യൽ സൈഡ് എഫക്ട്സ് എടുക്കാം. സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാം ടൊബാക്കോ സ്പൈസി വുഡി ഫ്രാഗ്രൻസ് ആണ് ഇത്. ഇതിൻ്റെ ഇത് ഒരല്പം ഭയങ്കര പവർഫുൾ ഫ്രാഗ്രൻസ് ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് അല്പം തണുപ്പുള്ള സമയത്തൊക്കെയാണ്. കാരണം വേനലിൽ നല്ല വെയിലൊക്കെ ഉള്ളപ്പം യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഏരിയയിലുള്ള ആളുകൾ മുഴുവനും നിങ്ങളെ മണക്കും. അതാണ്, അല്ലാതെ വേറൊന്നും സംഭവിക്കത്തില്ല. അത്രയ്ക്കും ഭയങ്കര പ്രൊജക്ഷനും സിയാഷുമൊക്കെ. നമ്മുടെ മലയാളികൾക്ക് കുറച്ച് അങ്ങനത്തെ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് മണം കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാധനം നമുക്കിവിടെ സ്പ്രേ ചെയ്ത് നോക്കാം. ഇത് എന്നാ നമുക്ക് ഇതുണ്ട്, ഇങ്ങനെ ഈ ബോട്ടിലേലും ഇനീഷ്യോ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അറ്റോമൈസറിലും ഇനീഷ്യോ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനീഷ്യോ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ സ്പ്രേ ചെയ്ത് നോക്കാം എന്താ ഇവിടെ. ഓപ്പണിംഗ് ഒരു അല്പം കട്ടിയുള്ള ഓപ്പണിംഗ് ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈ ഡൗൺ ഉണ്ട്. ഈ ഡ്രൈ ഡൗണിലാണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് റെഡിയാകുന്നത്. അപ്പം ഇതിൻ്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്നത് റമ്മ്, ടൊബാക്കോ, സിന്നമൺ, സാഫ്രോൺ, സാൻഡൽവുഡ്, ഹീഡിയോൺ. ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്, ഇത് ഹീഡിയോൺ ഹെവിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ടൊബാക്കോയി സാഫ്രോൺ സിന്നമൺ വൈബാണ് ഈ ഉള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഹിഡിയോൺ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. ഹിഡിയോൺ അത് നമ്മളിപ്പം ഹിഡിയോൺ അടിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഇപ്പം മെയിൽസ് അടിച്ചാൽ ഫീമെയിൽസിൽ ആ ഹിഡിയോൺ മണത്ത് കഴിഞ്ഞാൽ അവരിൽ ഫിറമോൺ സെക്രീഷൻ ഉണ്ടാകും. അപ്പം ബയോളജിക്കൽ അട്രാക്ഷൻ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഫിറമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര അട്രാക്ഷൻ ഉണ്ടാകാനായിട്ട് ശരീരം സെക്രീറ്റ് ചെയ്യുന്ന ഒരുതരം ഹോർമോൺസിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ആ ഫിറമോൺസ് വന്നിട്ട് അട്രാക്ഷൻ ഉണ്ടാക്കും. പണ്ടത്തെ കാലത്തൊക്കെ ഈ പെർഫ്യൂമിന് കുറച്ച് ആളുകളിങ്ങനെ ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാൻറ്റി ഡ്രോപ്പേഴ്സ് അങ്ങനെയൊക്കെ കുറച്ച് ടേമൊക്കെ ഉണ്ട്. നമുക്കിപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ഉള്ള കാര്യമാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഫ്രാഗ്രൻസ് വെച്ചിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു പെർഫ്യൂമിൻ്റെയൊക്കെ പുറകെ ആരെങ്കിലും വരാനായിട്ടാണെങ്കിൽ അവർക്ക് എന്ത് ജീവിതത്തിൽ വാല്യൂ ഇരിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ അടുത്തുനിന്ന് ഓടി ഒളിക്കുമായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ എൻ്റെ തൊട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അനുഭവം വേറെ ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ തോട്ട് പ്രോസസ്സും വേറെ ആയിരിക്കാം. ഞാൻ അതിനൊന്നും എതിരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിച്ചോളുക. ഇത് ഹിഡിയോൺ ഹെവിയാണ്. അപ്പോൾ ഈ ഹിഡിയോൺ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. അതിനായിരിക്കണം അവരത് ചേർത്തിരിക്കുന്നത്. അട്രാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതിലായിരിക്കണം ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡ്രൈ ഡൗണിലോട്ട് വരും തോറും ഇത് ഭയങ്കര മൈൽഡ് സ്മെല്ലായിട്ട് വരും. മൈൽഡ് സ്മെല്ലായിട്ട് വന്നിട്ട് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. ഇത് ഭയങ്കര ബീസ്റ്റ് മോഡ് ഫ്രാഗ്രൻസ് ആണ്. നമുക്കൊരു ഒരു 4-5 അടി വരെ സുഖമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് പോകും. ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര പൊട്ടൻ്റാണ് അങ്ങനെ. പക്ഷേ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഇതിന്. ഇതിൻ്റെ ബോട്ടിൽ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന് നല്ല വിലയുണ്ട് അത്യാവശ്യം. ഇതിന് ഒരു 18,000-ന് മുകളിൽ വില വരുന്ന സാധനമാണ് നമ്മുടെ കേരളത്തിൽ കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത്രയൊക്കെയാണ് ഇനീഷ്യോയുടെ കാര്യങ്ങൾ. പ്രൊജക്ഷനും ലോഞ്ചിവിറ്റിയൊക്കെ ബീസ്റ്റ് മോഡാണ്. അടിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വരെ കാണും ഇതിൻ്റെ ഒരു ഇത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ ഡ്രൈ ഡൗൺ വാനില വുഡി ഡ്രൈ ഡൗണാണ്. വനില ഇതിനകത്ത് ഒഫീഷ്യൽ നോട്ടായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നല്ലൊരു വനിലിക് വുഡി ഡ്രൈ ഡൗൺ ഇത് വരുന്നത് കേട്ടോ. നല്ല ഇതുണ്ട്, ഒഫെൻസീവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. സ്വീറ്റാണ്, നല്ല സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ്. താല്പര്യമുള്ളവർക്ക് മേടിച്ച് ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ബീസ്റ്റ് മോഡ് സാധനമാണ്.
ബാങ്ക് ഫോർ ബക്സ് എന്ന് വെച്ചാൽ എത്രയും പൈസ മുടക്കിയാലും അതിന് ഇത് നല്ലതായിട്ട് പെർഫോം ചെയ്യും ആ ഒരു ഇതിൽ. ഇതാണ് ഇനീഷ്യോ കേട്ടോ. ഇനീഷ്യോ സൈഡ് എഫക്റ്റ്. ഇത് ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലോണുണ്ട്. അത് ഇതിൻ്റെ ഡ്യൂപ്പാണ്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റിവ്യൂ ഇതുമായിട്ട് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ അടിക്കാം കേട്ടോ. അതാണ് ഇനീഷ്യോ സൈഡ് എഫക്റ്റ്. ഇനി അടുത്തതാണ് പാരഗൺ. പാരഗൺ ഒരു പ്ലം ബേസ്ഡ് ഫ്രാഗ്രൻസാണ്. പ്ലം എന്ന് പറഞ്ഞാൽ അത്ര കാരമലൈസ്ഡ് സ്വീറ്റ് പ്ലം ആണ്. ആഹാ, അതിൻ്റെ ഈ ഓപ്പണിങ് തന്നെ നമ്മളെ വീഴ്ത്തിക്കളയും. അങ്ങനത്തെ ഒരു സാധനമാണ്. നല്ല വുഡി അരോമാറ്റിക് ഫ്രൂട്ടി ഓപ്പണിംഗ് ആണ്. വുഡി അതായത് ഒരു തരം ഒരു ക്രിസ്പി പെപ്പർ അതിനിടയ്ക്കൂടെ വരുന്നുണ്ട്. വുഡി അരോമാറ്റിക് സൈഡ് എഫക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നത്. നല്ലൊരു ഇതാണ്. നല്ലൊരു പ്ലം ബേസ്ഡ് ഫ്രാഗ്രൻസ്. ഇതിനകത്ത് നല്ലൊരു കാരമലൈസ്ഡ് പ്ലം ഉണ്ട്. ലാവൻഡർ ഉണ്ട്. നന്നായിട്ട് ലാവൻഡർ കിട്ടുന്നുണ്ട്. ബെർഗമോട്ട് ഓപ്പണിങ്ങിന് ഒരു പ്ലീസിങ് ഇത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ നല്ല കോൺസെൻട്രേഷൻ ചെയ്താൽ തിളങ്ങുന്ന തിളക്കം കണ്ടോ. പിന്നെ പാലോ സാൻഡോ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരു നോട്ട്. ബ്ലാക്ക് പെപ്പർ, പിന്നെ സാൻഡൽവുഡ്, അഗർവുഡ് ഊതും സാൻഡൽവുഡുമാണ് ഇതിൻ്റെ ബേസ് കേട്ടോ. ആ ഒരു ബൂസിനെസ് ഉണ്ട്. നല്ല ബൂസിയാണ്. ബൂസി പ്ലം, വനില ഉണ്ട്. വനില എന്തായാലും ഇതിനകത്തുണ്ട്. വനിലിക് കാരമലൈസ്ഡ് പ്ലം വിത്ത് സാൻഡൽവുഡ് ആൻഡ് ഊതാണ് അതിൻ്റെ ബേസ് ഫോം ചെയ്തിരിക്കുന്നത്. ലെവൻഡർ കുറേ ഞാൻ അടിച്ചിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ നാളായി. ഞാനിങ്ങനെ അടിച്ചടിച്ച് അതിൻ്റെ ഒരു ഇതൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പല സർക്കംസ്റ്റാൻസസിൽ. നൈറ്റിലടിച്ചു. എൻ്റെ കയ്യിൽ ഒരു ഫ്രാഗ്രൻസ് കിട്ടിയാൽ ഞാൻ നൈറ്റിലടിച്ച് നോക്കും, ഡെയിലി അടിച്ച് നോക്കും, നല്ല ചൂടുള്ള ദിവസം എടുത്ത് അടിച്ച് നോക്കും. അങ്ങനെ അതിൻ്റെ ഒരു പെർഫോമൻസും അത് ഏതൊക്കെ ഒരു പ്രായത്തിലുള്ളവരെയാണ് അതൊന്ന് പ്ലീസ് ചെയ്യുന്നതെന്നും ഒക്കെ ഞാൻ കുറച്ച് മനസ്സിലാക്കി വയ്ക്കുക. അതെൻ്റെ ഒരു ചുമ്മാ ഒരു ഹോബിയാണ്, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇത് ബീസ്റ്റ് മോഡാണ്. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അടുത്ത ദിവസം വരെ ഡ്രസ്സിലൊക്കെ കാണും. ഇതും ഈ പറഞ്ഞ പോലെ 18,000 രൂപ മേളിലുള്ള ഒരു സാധനമാണ്. പിന്നെ പ്ലം ബേസ്ഡ് ഫ്രാഗ്രൻസ് വളരെ റെയറാണ്. ലത്താഫയുടെ വിൻറ്റേജ് റേഡിയോയും അൽനഷാമയും ഇതാണ്. അൽനഷാമ കാപ്രീസ് അല്ല കേട്ടോ, വെറും അൽനഷാമയും വിൻറ്റേജ് റേഡിയോയും ഇതിൻ്റെ ക്ലോൺസാണ്. വിൻറ്റേജ് റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട്. അൽനഷാമയും വിൻറ്റേജ് റേഡിയോയും ഒരുപോലൊക്കെ തന്നെയാണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട അൽനഷാമയ വിൻറ്റേജ് റേഡിയോയ്ക്കാലും കേട്ടോ. വിൻറ്റേജ് റേഡിയോയ്ക്കകത്ത് പ്ലമ്മിൻ്റെ ആ ഒരു ഇത് കുറവാണ്. അൽനഷാമയ്ക്കകത്ത് ശരിക്കും പ്ലമ്മ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് നല്ല രീതിയിൽ സിമിലറായിട്ട് മണക്കുന്നത് അൽനഷാമയാണ്. ഇനീഷ്യോയുടെ ക്ലോൺ എന്ന് ശരിക്കും പറയാവുന്ന അൽനഷാമയാണ്. വിൻറ്റേജ് റേഡിയോയ്ക്ക് അതിൻ്റേതായ ടെസ്റ്റുകളുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇത് ഓൾ ഒക്കേഷനാണ്. എപ്പോൾ നിങ്ങൾക്ക് ഡേ ടൈമോ നൈറ്റ് ടൈമോ എപ്പോൾ വേണമെങ്കിലും അടിക്കുക, ഒരു കുഴപ്പമില്ല. എപ്പോൾ വേണമെങ്കിലും റോക്ക് ചെയ്യുക, ഒരു കുഴപ്പമില്ല. നല്ല ക്വാളിറ്റിയാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. ആ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ക്വാളിറ്റി സ്മെല്ല് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പ്ലം പൊളിച്ചിട്ട് അതിനകത്തുനിന്ന് വരുന്ന ആ മണത്തിന് ശകല ഒരു വുഡിയാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഇതിന് വരുന്നത്. നമ്മളെല്ലാവരും പ്ലം പൊളിച്ചിട്ട് മണക്കുമല്ലോ. പ്ലം നമുക്കിങ്ങനെ പൊളിച്ചിട്ട് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന ഇതല്ല, ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇച്ചിരി റെഡ് കളറിൽ പ്ലം വരാറില്ലേ, ആ പ്ലമ്മാണ് ഇതിന് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ സ്മെല്ലാണ് ഇതിന് കേട്ടോ. ഇതാണ് ഇനീഷ്യോയുടെ 2 ഇനി 2 കൂടെയുണ്ട്. മസ്ക് തെറാപ്പിയുണ്ട്, റീഹാബുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് ആശംസിക്കുന്നു. നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. എനിക്ക് കുറച്ച് എക്സാമുകളിൽ കൂടെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. എനിക്ക് ഇടണമെന്നുണ്ട്. സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല വീഡിയോ ഇടാനായിട്ട്. പക്ഷേങ്കിൽ ഞാൻ ഒരല്പം ബിസി ആയതുകൊണ്ടാണ്. ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം ഒന്ന് ക്ഷമിക്കുക. ഞാൻ എല്ലാം ചെയ്തോളാം. ചേട്ടനൊക്കെ എന്നെ എപ്പോഴും കാത്തിരിപ്പുണ്ട്. അങ്ങേരോടൊക്കെ ഞാൻ പ്രത്യേകം ക്ഷമ ചോദിച്ചിരിക്കുന്നു. അപ്പം ഞാനെപ്പം വീഡിയോ ഇട്ടാലും ആ ചേട്ടൻ ഫസ്റ്റ് കമൻറ്റുമായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു വരുന്നതാണ്. അപ്പം ചേട്ടാ സോറി, ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇട്ടോളാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഗുലറാക്കാം. എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് അതെനിക്ക് വലിയൊരു കാര്യമാണ്.
അല്ല, ബിഗിനർ അല്ലെങ്കിലും വലിയ കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നതിന് വളരെ നന്ദി. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.